ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനൊരു സാധനം കാണിച്ചു തരാം. അതിൻ്റെ പേര് സ്പിന്നർ എന്നാണ്. ഇതാണ് ആ സംഭവം കേട്ടോ. ഇങ്ങനെ കറക്കാൻ പറ്റും. ഇങ്ങനെ കറക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒറ്റ വരലിങ്ങനെ നിർത്തണം. എനിക്ക് പറ്റും, പക്ഷെ ഇപ്പോഴായതുകൊണ്ട് പറ്റത്തില്ല. കുറച്ച് നേരം നിൽക്കും, അത് തെന്നി അങ്ങ് പോന്നിട്ട്. ഇത് കുറച്ച് ബാലൻസ് വേണ്ടേ, ഇവിടെ നിൽക്കണം സാധനം. ഞാൻ വീഡിയോയിലൊക്കെ കടക്കാൻ മറന്നുപോയി. എനിക്കിപ്പം വീഡിയോയിൽ വന്നത് തന്നെ എന്ത് കാണിക്കാനാന്ന് വരെ ഞാൻ മറന്നുപോയി. അപ്പം ഈ മദേഴ്സ് ലവിൻ്റെ പാർട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ പകുതി ഞാൻ ചെയ്തിട്ടില്ല. 3 പാർട്ട് വരെ ചെയ്തിട്ടുള്ളൂ. അതെന്താന്ന് പലരും ചോദിക്കുന്നുണ്ട്. എൻ്റെ സ്കൂളിലൊരു കുട്ടി എൻ്റെ സബ്സ്ക്രൈബറാണ്. അതുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താടി ഇങ്ങനെ മദേഴ്സ് ലവിൻ്റെ 3 പാർട്ട് ചെയ്തിട്ടുള്ളല്ലോ, ബാക്കി എന്താ ചെയ്യാത്തതെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയോട് പറയാനുള്ളത് കുട്ടിയുടെ പേര് അരുന്ധതി തന്നെയാണ്, സ്വാഭാവികം. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഞാൻ പറയുന്നത്, ഇപ്പം മദേഴ്സ് ലവിൻ്റെ ഇപ്പം ഇടാനായിട്ടൊരു മൂഡ് തോന്നില്ല. അതുകൊണ്ടാണ് വേറെ എന്തെങ്കിലും പാർട്ടായിട്ട് ഞാൻ ഇനി ഇടാം. എല്ലാം 3 പാർട്ടായിട്ടൊന്നല്ല, ഞാൻ നോക്കാം. ഓക്കെ, ഇപ്പം അരുന്ധതി ഇത് കാണുന്നുണ്ടെങ്കിൽ ഹായ് അരുന്ധതി. ഓക്കെ, ഹലോ അരുന്ധതി. ഞാനൊരു ഹലോയും കൂടി പറഞ്ഞേക്കാണ് അരുന്ധതിയോട്. പിന്നെ നന്ദന ഹായ്, പവിത്ര ആൻറ്റി ഹായ്. അപ്പം ഈ പറയുന്നവരൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. ഇത്രയും അങ്ങനെ. അയ്യോ, ഒരാളോടുണ്ട്, ശ്രേയ ഹായ്, നോക്കാൻ മറക്കല്ലേ. അപ്പം എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്. അച്ഛൻ, അമ്മ, ഡാഡി, മമ്മി, ഗ്രാൻഡ് ഫാദർ, പിന്നെ മീ. അങ്ങനെ ഞാനിപ്പോൾ എന്തെങ്കിലും കാണിക്കാമെന്നാണല്ലോ, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും സാധനങ്ങൾ ഇവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. ഒരു സാധനം ഉണ്ടായിരുന്നു. ഇത് ഞാൻ സ്കൂളിൽ കൊണ്ടിട്ട് പറഞ്ഞു, എടി ഇത് എടുക്കരുത്, എനിക്കൊരാവശ്യമുണ്ട്. ഞാൻ ഓരോ പടമായിട്ട് കാണിച്ചത്. കുറേ പടമുണ്ട് കേട്ടോ, വേണ്ട, കുറേ പടങ്ങളുണ്ട്. ഫസ്റ്റ് എന്നതാ ഇത് കണ്ട ഒട്ട് പിടിക്കുന്നു. കൊള്ളാവാ. ഞാൻ സ്കൂളിൽ പോയി കുറച്ച് കാണിച്ചതാണ്. ഞാൻ ഈ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, എനിക്ക് ആ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വരച്ച് വന്നപ്പോൾ അങ്ങനെ ആയി. എന്താണെന്നറിയില്ല, ഞാൻ വരച്ച് വന്നപ്പോൾ ഇങ്ങനെയായി. എൻ്റെ സ്കൂളിൽ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ഈ വരയ്ക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ നീ എന്താ ഈ വരയ്ക്കുന്നത്, വല്ലതും അറിയാവോ? ഇവിടെ വൈറ്റ് പെയിൻറ് വെച്ച് കളർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇങ്ങനെ കാണത്തില്ല. അപ്പം നീ എന്താ ഈ വരയ്ക്കുന്നത് എല്ലാവരും ചോദിക്കുന്നത്. ഞാൻ ചുമ്മാ ഇങ്ങനെ തട്ടിക്കുട്ടി എന്തെങ്കിലും ഉണ്ടോ. ഈ പെയിൻറ് അടിച്ചൊക്കെ നല്ല ഉണങ്ങി നല്ല ഇതായിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ പെയിൻറ് ഈ പെയിൻറ്റിനെ കൂട്ടല്ല, ഇത് ഭയങ്കര ഓയിൽ പേസ്റ്റ് കൂട്ടിരിക്കുക. എന്തോ ഒരു വല്ലാത്ത സ്മെല്ല്. ഇതിൻ്റെ അത്ര സ്മെല്ലില്ല. പിന്നെ ഇത് ഇത്ര ഒട്ടിപ്പിടിക്കുന്നുമില്ല, എന്താണെന്നറിയില്ല. പിന്നെ ലാസ്റ്റ് ഇത് എന്നെ കൂട്ടുകാരെ ഇട്ടിട്ടുണ്ടായിരുന്നു. എടി നീ എങ്ങനെ ആടി ഇത് വരച്ചത്, നല്ല രസമുണ്ട്, എനിക്കിതുപോലെ വേണമെന്ന് പറഞ്ഞു. ഞാനിതെങ്ങനെയാണ് വരച്ച സത്യത്തിലും എനിക്ക് ഓർമ്മയില്ല. ഇനി ഈ സാധനം കൊടുക്കാനുള്ളതേ ഉള്ളൂ, ലാസ്റ്റ് വഴി. അങ്ങനെ ഒരു പടം നിങ്ങളെ കാണിച്ചപ്പോൾ തൃപ്തിയായി എനിക്ക്. പിന്നെ വേറൊരു പടമുണ്ട്. ഞാൻ ഇന്നലെ അതിൻ്റെ കൂടെ വേറെ എന്തൊക്കെയോ ചേർത്തു. കൊക്ക്, വെള്ളം, ഇത് ഞാൻ വരച്ചില്ല. ഇന്നലെ കയ്യിൽ പെയിൻറ് തൂത്തിട്ട് ചുമ്മാ അവിടെ നോത്താണ്ട് ഇവിടെ ഒന്നും തൂത്തിട്ടില്ല. എനിക്കിത് എന്തോ ഈസി ട്രിക്കിൽ പറഞ്ഞു തന്നാണ്, എങ്ങനെയാണെന്നറിയില്ല. എന്നിട്ട് ഇനി വേറെന്തുവാ നിങ്ങളെ കാണിക്കാനാണ് ഒരു സാധനം. എൻ്റെ കൂട്ടുകാർക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി, എന്തോ അവൾക്ക് വേണമെന്നൊക്കെ പറഞ്ഞതാ. ഇത് ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയ ഒരു സംഭവമാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ബോക്സ്.
ഇതിനകത്ത് ഇതാ ഒരു പെൻസില് ഇതിനകത്തിട്ടു. ഇതൊക്കെ ഇങ്ങനെ ഒബ്ജക്ട്സ് എല്ലാം ഇതിലെടുത്ത് ഇങ്ങനെ ഇടാനായിട്ട് പറ്റും. ഇത് കണ്ടോ, ഈ ഡിസൈനൊക്കെ എന്താണ് തൊണ്ടയ്ക്ക് കിച്ച് കണ്ട ഡിസൈനൊക്കെ നീ തന്നെ ഡിസൈൻ ചെയ്തതാണ്. പിന്നെ നിങ്ങളെ കാണിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം എന്തായാലും ഉണ്ടോ? സാധനം ഉണ്ടായിരുന്നു, എവിടാന്ന് അറിയത്തില്ല. ഇത് കണ്ടോ, നോക്കട്ടെ ഞാൻ, ഉണ്ടോന്ന് അറിയത്തില്ല കേട്ടോ, ചിലപ്പോഴേ കാണുന്നു. അത് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് ആ സാധനമേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ എവിടെ പോയി എന്നറിയില്ല. ഇനി അടുത്ത വട്ടം വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ എടുക്കാൻ ഭയങ്കര പാടാണ്. ഇനി ഫോൺ കൊണ്ടുപോയി പഴയ പൊസിഷനിൽ കൊണ്ടുവയ്ക്കാൻ. അയ്യോ, ഇതിൻ്റെ പ്രധാന പാർട്ട് വെക്കാൻ പറ്റുന്നേ. എങ്ങനെയുണ്ട് സൂക്ഷിച്ച് നോക്കിയോ, ഡയമണ്ട്. ഇത് തെളിയുന്ന പേനയാണ്, കണ്ടോ, തെളിയും. മോനുണ്ട്, ഇതാ കണ്ടോ, കളർഫുള്ളായിട്ട്. ഇത് ഊരാനും പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയമണ്ട് എടുത്തു. അപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ മൺഡേ സ്കൂളിൽ വരുമ്പോൾ എൻ്റെ അടുത്ത് അടിയായിരിക്കും. എടി എനിക്കത് വേണോടി, ഇത് വേണോടി, എന്തെല്ലാം വാ. അയ്യോ അമ്മേ, ഞങ്ങൾക്ക് 9 പീരീഡ് ക്ലാസ്സിലുണ്ടെങ്കിൽ ആകെപ്പാടെ 5 പീരീഡേ അവരെടുക്കത്തുള്ളൂ. ബാക്കി 4 പീരീഡ് വേസ്റ്റാണ്. ആ 4 പീരീഡ് ഞങ്ങളുടെ ആനുവൽ ഡേയുടെ പ്രാക്ടീസാണ്. അതുകൊണ്ട് ഞങ്ങൾ തുള്ളിച്ചാടി കളിക്കും. ഞങ്ങൾക്ക് കുറേ സമയം ഉണ്ടാകുന്നേരം. അതുകൊണ്ട് ഞങ്ങൾ വെളിയിലൊക്കെ ആണെങ്കിൽ പോയി ഇങ്ങനെയൊക്കെ വിസിറ്റിനൊക്കെ പോയിട്ട് വരും ഞങ്ങൾ. നിങ്ങളെ കാണിക്കാൻ പറ്റിയ എന്തെങ്കിലും സാധനമുണ്ടോ? എന്താണ് നോക്കണേ, കയറിപ്പോവും. നിങ്ങൾ ഇത്രയും കാണിച്ചാൽ മതിയോ? നമുക്ക് ഇവിടെ വെച്ചങ്ങ് നിർത്തിയാലോ. നിങ്ങൾ ഇത്രയും സാധനം കാണിച്ചില്ലേ. ഇനി എൻ്റെ വേറൊരു സബ്സ്ക്രൈബർ ചോദിക്കുന്നുണ്ട്, ഞാനേ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ബൈ, സീ യു. ഇനി നടക്കണം. ലവ് യു.